എപ്പിസോഡിന്റെ തുടക്കത്തിലായി കാണുന്ന ഇങ്ങരുടെ പേരാണ് ഷേപ്പ് ക്ലർക്ക്. ഇദ്ദേഹം നട്ടപ്പാതിരക്ക് മീൻ പിടിക്കാനായി വന്നതാണ്. അങ്ങനെ ഇയാളാവട്ടെ ഉള്ളിൽ നിന്ന് അയാളുടെ സീനിയർ ഓഫീസറായ ലോണിനോട് തന്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വയസ്സാം കാലത്ത് തന്റെ ഭാര്യ ഇട്ടുപോയതിന്റെ വിഷമം. ഈ കാര്യങ്ങളൊക്കെ കേൾക്കാൻ നമ്മുടെ ലോണിന് ഒട്ടും താല്പര്യമില്ല. അയാളുടെ ശ്രദ്ധ ഷേപ്പ് ക്ലർക്ക് പോയോണ്ടിരിക്കുന്ന ബോട്ടിന്റെ റഡാർ സിസ്റ്റത്തിലോട്ടാണ്. ലോൺ ഒട്ടും വൈകാതെ എന്തോ ഒരു വലിയ അപകടം കണ്ടുപിടിക്കുന്നു. അത് നമ്മുടെ ഷേപ്പ് ക്ലർക്കിന്റെ അടുത്ത് പറയാൻ നിൽക്കുന്ന സമയത്ത് തന്നെ റഡാർ സിസ്റ്റം മൊത്തത്തിൽ തന്നെ അടിച്ചു പോകുന്നു. ക്ലർക്കിന്റെ ബോട്ടിന്റെ ഉൾഭാഗത്തെ ലൈറ്റ് മാത്രം മൊത്തത്തിൽ പോയേക്കാണ്. മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ഡിവൈസും അടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അയാൾ ഇതെന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ട് ബോട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങും. എന്നിട്ട് ആകാശത്തോട്ട് നോക്കുമ്പോൾ ഇതുവരെ കാണാത്ത രീതിയിൽ കൂട്ടമായി കടൽക്കാക്കകളാവട്ടെ പറന്നു പോകുന്നുണ്ട്. അതും നട്ടപ്പാതിരക്ക്. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പെട്ടെന്ന് അങ്ങനെ നിൽക്കുന്ന സ്ഥലം മുഴുവനും മഞ്ഞ് കൊണ്ട് മൂടുന്നു. അയാൾക്കും ഇതെന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല. ആ കോടമഞ്ഞ് പോകുന്നതിനനുസരിച്ച് ഷേപ്പ് ക്ലർക്കും മാഞ്ഞു പോകുന്നുണ്ട്. മാത്രമല്ല ബോട്ടും പതിയെ മാഞ്ഞു പോകുന്നു. ആ ഭാഗത്ത് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് ആ ബോട്ട് നിൽക്കുന്ന ഭാഗം കഴിഞ്ഞ് ഫ്രണ്ടിലോട്ടുള്ള ഐലൻഡ് ആണ് കാണിക്കുന്നത്. ആ ഐലൻഡിന്റെ പേരാണ് വിഡോസ് ബേ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ മാസം ആപ്പിൾ TV പുറത്തുവിട്ട ഒരു കിടിലെ സീരീസ് ആണ്. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ കണ്ടിരിക്കേണ്ട സീരീസ് ആണ് ഇത്. കാര്യം അത്രക്കും അടിപൊളിയായിട്ടല്ലേ ഈ സീരീസ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിന്റെ സ്റ്റോറിയെ പറ്റി പറയേണ്ട ആവശ്യമില്ല, അത്രക്കും കിടിലാണ്. ഓവർ പറഞ്ഞ സ്പോയിൽ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡ് നടക്കാം. സോ ലെറ്റ്സ് വെൽക്കം വിഡോസ് ബേ സീസൺ 1 എപ്പിസോഡ് 1. പിന്നെ സീകട്ടായി കാണിക്കുന്നത് കുറച്ച് വൈബ് ചെക്കന്മാരെയാണ്. അമ്മമാരാവട്ടെ കാറിൽ ഇരുന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഏരിയയിലെ കറണ്ട് മൊത്തം ബ്രേക്ക് ഡൗൺ ആവുന്നു. അതായത് നേരത്തെ ഷിപ്പിൽ എന്താണ് സംഭവിച്ചത് അത് അതേപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നു. മാത്രമല്ല പിന്നെ സീകട്ടായി കാണിക്കുന്നത് നല്ല രീതിക്ക് ഭൂമികുലുക്കം ഉണ്ടാകുന്നതായിട്ടാണ്. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഉറക്കത്തിൽ നിന്ന് പേടിച്ചെഴുന്നേൽക്കുന്ന ഇയാളുടെ പേരാണ് ടോം ലോഫ്റ്റിസ്. ഇയാൾ ഈ ഒരു ഐലൻഡിന്റെ മേയർ കൂടിയാണ്. ഇങ്ങനെ എഴുന്നേറ്റ പാടെ നേരെ ഓടിപ്പോകുന്നത് തന്റെ മകനായ ഇവാന്റെ റൂമിലോട്ടാണ്. അവിടെ പോയി നോക്കുമ്പോൾ ചെറുക്കനെ കാണാനില്ല. ചെറുക്കൻ വേറെ എവിടെയല്ല, നമ്മൾ നേരത്തെ കണ്ട വണ്ടിയിൽ ഇരുന്ന് ചില്ല് ചെയ്യുന്ന ചെക്കന്മാരുടെ കൂടെ തന്നെയുണ്ട്. ഇവന്മാരെ അടിച്ച് കിറങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവമൊക്കെ കണ്ടിട്ട് പേടിയൊന്നും തോന്നുന്നില്ല. പിന്നെ സീകട്ടായി കാണിക്കുന്നത് നമ്മുടെ ലോബ്സ്റ്ററിനെയാണ്. ഇയാൾ രാവിലെ തന്നെ വിഡോസ് ബേന്റെ ടൗൺ ഹാളിലോട്ടാണ് എത്തിയിരിക്കുന്നത്. കാണുമ്പോൾ ഇങ്ങനെ പ്രായം തോന്നിക്കുന്നെങ്കിലും ആള് കുറച്ച് ചില്ലാണ്, അതിന്റെ ആക്റ്റീവും കൂടിയാണ്. എത്തിയ ഉടനെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയ പെട്രീഷ്യനെ എടുത്ത് ചോദിക്കുന്നത് ഇന്ന് എന്തെങ്കിലും പുതിയ പ്രശ്നം ഉണ്ടോ എന്നാണ്. അപ്പൊ പെട്രീഷ്യ പറയുന്നത് ഇതുവരെ വൈദ്യുതി പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്ന്. ലോഫ്റ്റിസ് ആവട്ടെ ഈ ഒരു കാര്യം കണ്ടുപിടിക്കാനായി തന്റെ മറ്റൊരു അസിസ്റ്റന്റിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഇവളുടെ പേരാണ് റോസ്മേരി. പെട്രിഷ ആവട്ടെ ഈ വൈദ്യുതി പ്രശ്നം കണ്ടുപിടിക്കാനായിട്ട് റോസ്മേരിയോട് പറയുന്നുണ്ട്. റോസ്മേരിയുടെ പറച്ചിൽ കേട്ടിട്ട് അത് ഇന്നും നാളെ ഒന്ന് കണ്ടുപിടിക്കുന്നത് തോന്നുന്നില്ല. പിന്നെ റോസ്മേരി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റെസ്റ്റോറന്റ് ആണ് ദ സാൾട്ടി വേ. ഇതിന്റെ ഉടമയായ വെയിലി ഇന്നത്തെ ദിവസം അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കാര്യം കേട്ട ഉടനെ തന്നെ ലോസ്റ്റിഫ് ആവട്ടെ വെയിലിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് റെസ്റ്റോറന്റ് ഇന്ന് പൂട്ടരുത് എന്ന് പറയുന്നു. അതായത് വെറും ഒരു ഭൂകമ്പത്തിന്റെ പുറത്ത് റെസ്റ്റോറന്റ് പൂട്ടുന്നത് നല്ലതല്ല എന്ന് പറയുന്നു. ലോസ്റ്റിഫ് ഇങ്ങനെ പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. ഇന്ന് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് ഒരു റിപ്പോർട്ടർ വരുന്നുണ്ട്. ആ റിപ്പോർട്ടറിനെ സൽക്കരിക്കാൻ ആകെ നല്ലൊരു റെസ്റ്റോറന്റ് ആ ഒരു റെസ്റ്റോറന്റ് മാത്രമേ ഉള്ളൂ. ആ റിപ്പോർട്ടർ നല്ല രീതിക്കുള്ള ന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടേക്ക് ഇനിയും ടൂറിസ്റ്റുകൾ വരത്തുള്ളൂ. നിലവിലെ ഭൂമികുലുക്കവും വൈദ്യുതി കട്ടും കാരണം ഇവിടേക്ക് ടൂറിസ്റ്റ് വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഡോസ് ബേ എന്ന് പറയുന്ന ഈ ദ്വീപിലെ ബിസിനസ് ആളൊക്കെ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ടറെ നല്ല രീതിക്ക് സൽക്കരിക്കാൻ ആ ഒരു റെസ്റ്റോറന്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ കാര്യത്തിലൂടെ മനസ്സിലാക്കാൻ ഈ ഐലൻഡിലെ മെയിൻ വരുമാന സ്രോതസ് ടൂറിസ്റ്റുകളാണ്. ഇവിടെ ഇങ്ങനെ തിരക്ക് പിടിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലോഫ്റ്റിസിന്റെ മറ്റൊരു അസിസ്റ്റന്റ് കയറി വരുന്നത്. കുറച്ച് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ്. വന്നപാടെ പറയാൻ തുടങ്ങി. അതെ, കുറച്ച് അപ്ഡേറ്റുകൾ പറയാനുണ്ട്. ഇന്ന് നടക്കാനിരുന്ന റോട്ടറി ക്ലബിന്റെ ലഞ്ച് മീറ്റിംഗ് ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. മാത്രമല്ല ഷെരീഫും ക്രോഫോർഡും ഇങ്ങനെ എന്തോ വിളിച്ചെന്തോ അന്വേഷിച്ചിരുന്നു. പിന്നെ പറയാനുള്ളത് പിന്നെ അങ്ങനെ കുറെ നേരം അതിലോട്ട് നോക്കിയതിനു ശേഷം ഇനിയൊന്നുമില്ല, ഓക്കെ ബൈ എന്ന് പറഞ്ഞ് റൂത്ത് അവിടെ നിന്ന് പോകുന്നു. അസിസ്റ്റന്റ് എന്തായാലും നൈസ് ആയിട്ടുണ്ട്. ലോഫ്റ്റിസ് ആവട്ടെ നേരെ ഫസ്റ്റ് ഷെരീഫിനെ വിളിക്കുന്നു. അപ്പോഴാണ് ഷെരീഫ് ഒരു കാര്യം പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ മുമ്പ് കണ്ട ഷെഫ് ക്ലർക്ക് എന്ന് പറയുന്ന ആള് ബോട്ടിൽ നിന്ന് കാണാതായ വിവരം പറയുന്നു. മാത്രമല്ല നാട്ടുകാർ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു മൂടൽമഞ്ഞ് വന്ന് ഷെഫിനെ പിടിച്ച് കൊണ്ടുപോയതാണെന്ന്. അങ്ങനെ ഇങ്ങനെ വലിയ മൂടൽമഞ്ഞിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഹാർബർ മാസ്റ്റർ ആയ ലോണി പറയുന്നത് ഷെഫിനെ തിരിച്ചതിന് തടസ്സമുണ്ട്. മാത്രമല്ല തുറമുഖത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണം
കാണുമെന്നും. പക്ഷേ ലോഫ്റ്റിസ് ആവട്ടെ ഈ കാര്യം സമ്മതിക്കുന്നില്ല. കാര്യം ഈ ഐലൻഡിൽ ഏത് സമയം മൂടൽമഞ്ഞാണ്. അതുകൊണ്ട് ഈ ഒരു ചെറിയ കാര്യം കൊണ്ട് തുറമുഖത്തിലെ പ്രവർത്തനം നിർത്തിവെക്കാൻ സാധിക്കത്തില്ല. ഇതേ സമയം 11 മണിക്ക് വരാ എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ആവട്ടെ അതുക്ക് മുമ്പേ വന്നിരിക്കുന്നു. ഇത് കണ്ട ലോബ്സ്റ്റർ ആവട്ടെ എന്താ ചെയ്യണമെന്ന് അറിയാതെ നേരെ പുറത്തോട്ട് വന്നിട്ട് ബോട്ടിലേക്ക് കൊണ്ട ആ ചെങ്ങായി എടുത്ത് പോയിട്ട് നല്ല രീതിക്ക് ചൂടാകുന്നുണ്ട്. എന്ത് പണിയാടോ കാണിച്ചത്, ഇപ്പൊ തന്നെ എന്തിനും ഇങ്ങോട്ട് കൊണ്ടത്, ഇവിടെ അല്ലെങ്കിൽ തന്നെ കുറെ പ്രശ്നമുണ്ട്, അതിന്റെ ഇടയിൽ ഇവരും കൂടി എന്തിനെ കൊണ്ടത് ഈ സമയം, എനിക്കതൊന്നും അറിയണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് കൊണ്ടുവന്ന്. അദ്ദേഹം നേരെ ആ ചരിത്രം അറിയാനായിട്ട് ആ മറ്റേ സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. ആ ചരിത്രം അറിയുന്ന ആ സ്ഥലത്തോട്ട് പോയി അറിഞ്ഞതും നമ്മുടെ ലോബ്സ്റ്റർ ആവട്ടെ നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട്. ബൈ ആ റിപ്പോർട്ടറിന്റെ പേരാണ് ആർത്തർ. നമ്മുടെ ലോബ്സ്റ്റർ ആവട്ടെ ഒട്ടും വൈകാതെ ആർത്തറിന്റെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട്. കാര്യം ആ ചരിത്രങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച ആ സ്ഥലത്ത് ജെറി എന്ന് പറയുന്ന ഒരു പെണ്ണുമ്പിള്ളിയാണ് നിൽക്കുന്നത്. അവളാവട്ടെ ഇല്ലാത്ത കുറെ കഥ ഉണ്ടാക്കി പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോബ്സ്റ്റർ ഓൺ ദ സ്പോട്ട് ആ സ്ഥലത്തോട്ട് എത്തുന്നത്. പക്ഷെ ജെറി ആവട്ടെ ആ കഥ ആവട്ടെ ഏകദേശം പറഞ്ഞ് കയ്യാറായിട്ട് ലോഫ്റ്റിസ് നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഇടയിൽ കയറിയിട്ട് ആ സംസാരം നൈസായിട്ട് കട്ടൗട്ട് ആക്കുന്നുണ്ട്. എന്നിട്ട് ജെറി പറഞ്ഞ സ്റ്റോറിയിൽ നിന്ന് നേരെ തിരിച്ച് പോസിറ്റീവായ സ്റ്റോറി ആക്കി മാറ്റും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ദ്വീപിനെ പറ്റി വേറെ എന്തോ വലിയൊരു സ്റ്റോറി ഉണ്ട്. ലോബ്സ്റ്റർ ഈ ദ്വീപ് ഉണ്ടാക്കിയ ആളെ കുറിച്ച് പറയാൻ തുടങ്ങി. ആളെ പേരാണ് റിച്ചാർഡ് വാർ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് 43 പേരടങ്ങുന്ന സംഘം ഇവിടേക്ക് വന്ന് സെറ്റിൽഡ് ആയിട്ടാണ് ഈ ഐലൻഡ് ആളൊക്കെ ഉണ്ടാകുന്നത് എന്നും റിച്ചാർഡ് വാർ ആണ് ഈ ഐലൻഡിലെ മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ മേയർ എന്നും. അങ്ങനെ ലോബ്സ്റ്റർ പല കാര്യങ്ങളും പറയുന്ന ഇടയിലാണ് ജെറി ആവട്ടെ എടുത്തു നിൽക്കുന്ന ഒരു പോസ്റ്റർ കാണിക്കുന്നത് കുറച്ച് മന്ത്രവാദത്തിന്റെ പോസ്റ്റ് ആണ്. ജെറി ആ കാര്യം വിശദീകരിക്കുന്ന ഓൺ ദ സ്പോട്ട് ലോബ്സ്റ്റർ ഇടയിൽ കയറി പറയുന്നു, ഇനി ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ആവശ്യമില്ല, നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ആർതർ അവിടെ ചുമരിൽ എഴുതിയ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് എന്താണ് ഈ ബീച്ച് ട്രയൽസ്, മാത്രമല്ല 1700 കാലഘട്ടത്തില് ഒരു പള്ളിയില് എന്തിനാണ് ഇത്രയും വലിയ നരഭോജികൾ നടത്തിയത്, നരഭോജനത്തിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതും ലോഫ്റ്റിസ് നൈസായിട്ട് ആർദറിനെ കൂട്ടി പുറത്തോട്ട് പോകുന്നു. കാര്യം അത് കുറിച്ച് കുഴപ്പം പിടിച്ച ചരിത്രങ്ങളാണ്. ആർദറിന്റെ അടുത്ത് ലോബ്സ്റ്റീഫ് ആവട്ടെ ആ കാര്യങ്ങളൊക്കെ കുറച്ച് അന്ധവിശ്വാസം പിടിച്ച കാര്യങ്ങളാണ്. ഇവിടുത്തെ ആളുകൾ ഇങ്ങനത്തെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്, അങ്ങനെ വന്ന അന്ധവിശ്വാസങ്ങളാണ് അതൊക്കെ, അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമാക്കണ്ട എന്നും നമ്മുടെ ആർദറിനോട് ലോബ്സ്റ്റീഫ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലോബ്സ്റ്റീഫ് ആവട്ടെ ആ ഐലൻഡിലെ ഏറ്റവും അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉള്ള മാപ്പ് കാണാനൊക്കെ നമ്മുടെ ആർദറിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വൈകുന്നേരം 7 മണിക്ക് സാൾട്ടി വെയിൽ എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോബ്സ്റ്റർ അവിടെ നിന്ന് പോകും. നമ്മുടെ ലോബ്സ്റ്റർ നേരെ പോകുന്നത് ഓഫീസിലോട്ടാണ്. എന്നിട്ട് അവന്റെ അസിസ്റ്റന്റ്മാരോട് പുതിയതായി വന്ന റിപ്പോർട്ടറായ ആർദറിന്റെ മേലിൽ കണ്ണ് വേണം, അവന് നല്ല സ്ഥലങ്ങൾ മാത്രമാണ് കാണുന്നത് എന്ന് ഉറപ്പുവരുത്താനും വേണ്ടി പറയുന്നുണ്ട്. കാര്യം ബോട്ടിൽ വന്ന ആ ചെങ്ങായി ആവട്ടെ ഈ ദ്വീപില് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആർദറിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതായിട്ട് എനിക്ക് ആ സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന്. അതുകൊണ്ട് ആർദറിനെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയും. ഇതേ സമയമാണ് വീക്ക് എന്ന് പറയുന്ന ഒരു അവിടെ എത്തുന്നത്, അതായത് ഹാർബറിലെ മാസ്റ്റർ. ഇവര് പറയുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് കേട്ടില്ലാതെ ടോണി പറയാൻ തുടങ്ങി. ഈ ഉണരുകയാണ്, ഷെപ്പിനെ മഞ്ഞിനാൽ കൊണ്ടുപോയതാണ്, അതുകൊണ്ട് 1940 ചെയ്തതുപോലെ തന്നെ ആ സൈറൻ മുഴയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് ലോക്ക്ഡൌൺ ചെയ്യണമെന്ന് നമ്മുടെ വീക്ക് ആവട്ടെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ലോബ്സ്റ്റർ ആവട്ടെ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഐലൻഡ് സാമ്പത്തികപരമായിട്ട് താഴ്ന്നു കിടക്കുകയാണ്. ഈ അവസരത്തിൽ പൂട്ടിക്കഴിഞ്ഞാൽ നല്ല പാളല് പാടും, അതുകൊണ്ട് തന്നെ ഈ ഐലൻഡിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനി കൂട്ടുമെന്നും ആ റിപ്പോർട്ടർ പബ്ലിഷ് ചെയ്യുന്ന ന്യൂസിലൂടെ ഇവിടെ കൂടുതലായിട്ട് ടൂറിസ്റ്റുകൾ വരുമെന്നും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് നല്ല രീതിക്ക് വാദിക്കുകയാണ്. ഇപ്പൊ വീക്ക് ആവട്ടെ താൻ സൈറൻ ഓണാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ ഓണാക്കും എന്ന് പറഞ്ഞിട്ട് ഈ വീക്ക് ആവട്ടെ നല്ല രീതിക്ക് വെല്ലുവിളിക്കുന്നു. ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം 1940 എന്തോ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. ഈ സമയമാണ് ഷെരീഫിന്റെ കോള് വരുന്നത്. എന്നിട്ട് കോളിലുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷം ജസ്റ്റ് നൈസ് ആയിട്ട് ഒരു കള്ളം പോലെ അഭിനയിക്കുന്നു. ഓ ഷെയ്പ്പിനെ കണ്ടുപിടിച്ചോ, ഓഹോ നല്ല കാര്യം, എന്റെ ഓഫീസിലോട്ട് വരും, ബാക്കി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കും. ഉറക്കെ ഷെയ്പ്പിന് കുഴപ്പമൊന്നുമില്ലല്ലേ. ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വെയ്ക്ക് തൽക്കാലത്തേക്ക് അടങ്ങുന്നുണ്ട്. ലോബ്സ്റ്റർ പിന്നെ നേരെ ഓഫീസിലോട്ട് പോയിട്ട് ഷെരീഫിനെ പിന്നെ വിളിക്കുന്ന സമയത്താണ് കാര്യങ്ങൾ എത്രത്തോളം വഷളാണെന്ന് മനസ്സിലാകുന്നത്. അതായത് ഷെപ്പിനെതിരെ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല, ഷെരീഫ് വിളിച്ചത് രാത്രി കാലങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് ചെക്കന്മാരെ പറയാൻ വേണ്ടിയിട്ടാണ്. ആ തലതെറിച്ച ചെക്കന്മാരുടെ ഇടയിൽ നിങ്ങളുടെ മോനായ ഇവാനും ഉണ്ട്. തന്റെ മോന്റെ പോക്ക് അത്ര നല്ലതല്ല. ഈ കാര്യം കേട്ടിട്ട് നേരെ ലോബ്സ്റ്റർ പെട്രീഷ്യയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലോട്ട് പോകണമെന്ന്. ആ സമയമാണ് പെട്രീഷ്യ നിർത്തി ചോദിക്കുന്നത്, സത്യം പറ ഷെപ്പിനെ കിട്ടിയെന്ന് പറഞ്ഞത് പച്ച കള്ളല്ല. നമ്മുടെ ലോബ്സ്റ്റർ ആവട്ടെ അത് സമ്മതിക്കുന്നുണ്ടെങ്കിൽ അയാളെ കാണാതെ അതിന്റെ പിന്നിൽ ആ മഞ്ഞും ഓരോരോ അന്ധവിശ്വാസങ്ങൾ പഠിച്ചു വിട്ടോളൂ. ഈ കാര്യം കേട്ടിട്ട് പെട്രീഷ്യക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അന്ധവിശ്വാസത്തിൽ ചെറുതായിട്ട് പെട്രീഷ്യ വിശ്വസിക്കുന്നുണ്ട്. അവള് വിശ്വസിക്കാൻ മെയിൻ ആയിട്ടുള്ള കാര്യം അവള് തന്നെ ലോബ്സ്റ്ററുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എനിക്ക് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് കൊച്ചു പിള്ളേരെ പറ്റിക്കുന്ന കോക്കാച്ചി എന്ന് പറയുന്ന ഭൂഗിമാനെ എന്നെ വന്ന് പേടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ലോബ്സ്റ്റർ ആവട്ടെ കോക്കാച്ചി ചെറിയ പിള്ളേരല്ല വന്ന് പഠിപ്പിക്കുന്നത്, നീ വളർന്ന് 10-40 വയസ്സായി, നിന്റെ കാര്യം ഒന്ന് പേടിപ്പിക്കാൻ. ഈ കാര്യം കേട്ടതും പെട്രീഷ്യ ആവട്ടെ ദേഷ്യം പിടിച്ചിറങ്ങി പോകുന്നുണ്ട്. നമ്മുടെ ലോബ്സ്റ്റർ നേരെ ലോബ്സ്റ്ററിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. കാര്യം എന്താന്ന് മനസ്സിലായില്ലേ, തന്റെ മോനോട് നല്ല രീതിക്ക് ഒന്ന് പെരുമാറാൻ. ലോബ്സ്റ്റർ അകത്ത് കയറുമ്പോ തന്റെ മോനെ കാണാനില്ല. നോക്കുമ്പോ ആ ജനലിന്റെ ഭാഗത്ത് നല്ല പുക. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഇവാൻ അവിടെ കിടന്നിട്ട് നല്ല പുകയ്ക്കണ്. അച്ഛൻ തന്നെ കണ്ടെന്ന് മനസ്സിലാക്കിയതും ഇവാൻ പുതിയ ട്രിക്ക് ഉണ്ടാക്കുന്നു. അച്ഛൻ എനിക്ക് ഇവിടെ നിലത്തുനിന്ന് കിട്ടിയതാണ്, ഇതെന്താണ് സാധനം,
എന്താണെന്ന് എത്ര നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഓൺ ദ സ്പോട്ട് ലോബ്സ്റ്റർ പറയാൻ തുടങ്ങി, ഇവിടെ കള്ളം നാറി എന്നോട് ഇങ്ങനത്തെ വളവെന്ന് ഇറക്കും, ഈ ഉള്ളിലോട്ട് കയറാൻ നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ. അങ്ങനെ ഉള്ളിലോട്ട് കയറ്റി ഇവൻ നൈസായിട്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ലോബ്സ്റ്റർ പിടിച്ചു നിർത്തുന്നു. അങ്ങനെ പോയാലും ഇവിടെ വന്നിരിക്കും. ഈ സമയമാണ് ലോബ്സ്റ്റർ തന്റെ കുടുംബത്തിന് കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവാന്റെ അമ്മ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. മാത്രമല്ല ലോബ്സ്റ്ററിനെ ഇവാന്റെ അമ്മ കണ്ടുമുട്ടുന്ന സമയത്ത് ഇവാന്റെ അമ്മ ഗർഭിണിയായിരുന്നു. പിന്നെ ഇവാന്റെ അമ്മ കുറച്ച് ലുക്കത്തി ആയതുകൊണ്ട് തന്നെ ലോബ്സ്റ്റർ ഡേറ്റ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ കല്യാണം കഴിക്കുന്നു. അമ്മക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ കല്യാണം കഴിച്ചു. പക്ഷേ അമ്മയുടെ വീട്ടുകാരിലാണ് പ്രശ്നം. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതാണ് ഇവാൻ. അങ്ങനെ പ്രശ്നം കനത്തതോടെ ലോബ്സ്റ്ററും ഇവാന്റെ അമ്മയും കൂടി നൈസായിട്ട് സ്ഥലം കാലിയാക്കുക. അതായത് നേരെ ഈ ദ്വീപിലോട്ട് വന്ന് എത്തിപ്പെടുകയും നേരാവുകയും ഈ ദ്വീപിനെ മൊത്തം മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. ലോഫ്റ്റസിന് ഏറ്റവും വലിയ പേടി ഇവാൻ ഈ ദ്വീപ് വിട്ട് പോകുമോ എന്നാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു ഐലൻഡിൽ മൊത്തം ആ സൈറൺ മുഴങ്ങുന്നത്. അതായത് ആ ലോക്ക്ഡൌൺ ആക്കാനുള്ള ആ സൈറൺ ഓൺ ആക്കിയത് വേറെ ആരും ആയിരിക്കില്ല, അത് നമ്മുടെ വീക്ക് ആയിരിക്കും. നമ്മുടെ ലോബ്സ്റ്റർ പിന്നെ ഒന്നും നോക്കാതെ ആ സ്ഥലത്തോട്ട് എത്തിയിട്ട് വീക്കിനോടും ഹാർബർ മാസ്റ്റർ ലോണിനോടും ആ സൈറൺ മര്യാദക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പറയും. കാര്യം ഈ സൈറൺ ഓൺ ആക്കി കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ലോബ്സ്റ്റർ കുറെ പറയുന്നുണ്ട് അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം ലോബ്സ്റ്റർ ഒരു വാഗ്ദാനത്തിലോട്ട് വീക്കിന് പറയാനുള്ള നിഗൂഢമായ ഈ ദ്വീപിന്റെ കഥകള് 5 മിനിറ്റിന് കേൾക്കാമെന്നും മര്യാദക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അങ്ങനെ 5 മിനിറ്റ് വീക്കിന്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് അവർ ബാറിലോട്ട് പോകുന്നു. വീക്ക് പറയാൻ തുടങ്ങി, അതായത് ഈ ദ്വീപ് ഉണരുകയാണ്, നിങ്ങൾക്ക് അത് വിശ്വാസമില്ലെങ്കിൽ ഈ കുറിപ്പ് പരിശോധിച്ച് നോക്കാം. ആ പോസ്റ്റർ കട്ടിങ്ങിൽ എഴുതിയിരിക്കുന്നത് ആത്മാക്കളെ കവിയുന്ന ഒരു മൂടൽ മഞ്ഞിനെ കുറിച്ചാണ്. വീക്ക് പിന്നെയും വിശദീകരിക്കാൻ തുടങ്ങി. അതായത് ഈ ഒരു മൂടൽ മഞ്ഞിന്റെ ഘട്ടം 3 തരത്തിലാണ്. അതായത് ഒന്നാമത്തെ ഘട്ടം ആ മനുഷ്യന്റെ കണ്ണാവട്ടെ മുഴുവനായി വെള്ള കളറാകും. പിന്നീട് സമനില തെറ്റുകയും അവർ ഭയങ്കര രീതിയിൽ ഒരു ഭ്രാന്തമായ അവസ്ഥയിലോട്ട് പോവുകയും അങ്ങനെ 3-ാം ഘട്ടത്തിൽ ശരീരമാകെ തളരുകയും ചെയ്യും. മാത്രമല്ല പുരുഷന്മാർക്ക് ലൈംഗിക ശക്തി ഇല്ലാതാവുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഒരു ഘട്ടം കൂടിയുണ്ട്. 4-ാം ഘട്ടത്തില് മരിച്ചുപോയ നാവികൾ സോംബികളെ പോലെ എഴുന്നേറ്റ് ഈ നഗരം മൊത്തത്തിൽ നശിപ്പിക്കുമെന്ന് അങ്ങനെ ഭയങ്കര വിയേർഡായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയും. ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള കഥയും കൂടി വീക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 1873 ഈ നഗരത്തിലെ മേയർ ഒരു കപ്പൽ ക്യാപ്റ്റന്റെ ഭാര്യയുമായി പ്രണയത്തിലാവും. അവളോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഹൗസ് ആവട്ടെ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുമൂലം SS മേരി എന്ന് പറയുന്ന കപ്പലാവട്ടെ ക്രാഷ് ആവുകയും അതിലുള്ള 62ഓളം നേവികൾ മരിക്കാനിടയാവുകയും ഉണ്ടായി. മരിച്ചതൊക്കെ പോട്ടെ, അവരുടെ ബോഡി പോലും കണ്ടുപിടിക്കാനായില്ല. ആ നാവികളുടെ ശാപമാണ് ഈ ദ്വീപ് അനുഭവിക്കുന്നത്. അങ്ങനെ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നമ്മുടെ ലോബ്സ്റ്ററിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോബ്സ്റ്റർ ആവട്ടെ ഇതൊന്നും കേട്ട് വിശ്വസിക്കുന്ന പോലുമില്ല. അല്ലെങ്കിൽ തന്നെ സാമ്പത്തികപരമായിട്ട് ഈ ഐലൻഡ് താന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വേറെ അന്ധവിശ്വാസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആകെ കുളക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോബ്സ്റ്റർ ഇങ്ങനെ തർക്കിക്കുന്ന സമയത്താണ് നമ്മുടെ വീക്ക് വേറൊരു കാര്യം പറയുന്നത്. പണ്ട് ചെറുപ്പത്തില് വീക്കിന്റെ വീടിന്റെ ഡോർ ബെല്ലടിച്ചിട്ട് നൈസായിട്ട് ഓടുമായിരുന്നു. എന്നിട്ട് കൂട്ടുകാരടുത്ത് പോയി പറയും ഞാൻ വീക്കിന്റെ ബെല്ലടിച്ചു എന്ന്. പക്ഷേ യഥാർത്ഥത്തില് ബെല്ലടിച്ചിട്ടില്ല. അങ്ങനെ ഈ കാര്യം ലോബ്സ്റ്ററിനോട് പറഞ്ഞിട്ട് നിനക്ക് കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ല എന്ന് പറയുന്നു. അങ്ങനെ ലോബ്സ്റ്ററും വീക്കും അവിടെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കാണാതായ ഷെപ്പ് അവിടേക്ക് വരുന്നു. അതും ഭയങ്കര തളർന്നില്ലാണ്ടായി വേഗം വന്നിട്ട് അവിടെ നിന്ന് തലർങ്ങി വെക്കുന്നു. ഓൺ ദ സ്പോട്ട് അവിടെയുള്ള എല്ലാവരും കൂടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വീക്കിനോട് ഡോക്ടർ പറയുന്നുണ്ട് ഷെപ്പിന് വലിയ കുഴപ്പമില്ല എന്നും പരിക്കുകൾ കാരണം മയക്കിയിരിക്കുകയാണ് എന്നും പറയുന്നുണ്ട്. എന്നിട്ട് ലോബ്സ്റ്റർ ആവട്ടെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഷെയ്പ്പിനെ മയക്കി കെടുത്തിയ റൂമിലോട്ട് കിടക്കുന്നു. എന്നിട്ട് ഷെയ്പ്പിനെ മെഡിക്കൽ റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നു. അതിൽ ഭയങ്കര വിയേർഡായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിപ്പോർട്ടാണ് നമ്മുടെ ലോബ്സ്റ്ററിന് കാണാൻ സാധിക്കുന്നത്. മെയിനായിട്ട് പ്രായം അങ്ങനത്തെ പല പല റിപ്പോർട്ടുകളും അങ്ങോട്ട് യോജിക്കുന്നില്ല. ഈ സമയം പെട്ടെന്ന് വേറൊരു കാര്യം സംഭവിക്കുന്നു. ഷെപ്പ് എന്തോ രീതിയിൽ പറയാൻ ശ്രമിക്കുന്നു, പക്ഷെ അതിന്റെ മുഴുവനായിട്ട് പറയാൻ സാധിക്കുന്നില്ല. എന്തോന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ലോബ്സ്റ്റർ ആവട്ടെ എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടിട്ട് എടുത്തോട്ട് പോകുമ്പോണ്ടാ നേരത്തെ വെയ്ക്ക് ബാറിൽ വെച്ച് പറഞ്ഞതുപോലെ തന്നെ ഷെയ്പ്പിന്റെ കണ്ണുകളും വെള്ള നിറത്തിലായിരിക്കും. ഷെയ്പ്പാട്ട് ഒന്നും നോക്കാതെ നമ്മുടെ ലോബ്സ്റ്ററിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ലോബ്സ്റ്റർ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. പെട്ടെന്ന് ഷെയ്പ്പ് ശാന്തനായിട്ട് അവിടെ വീഴുന്നു. ഡോക്ടർമാര് വന്ന് പരിശോധിക്കുമ്പോണ്ടാ ആള് തട്ടിപ്പോയി. അതായത് വെയ്ക്ക് എന്താണോ ബാറിൽ വെച്ച് പറഞ്ഞത് ആ കാര്യം തന്നെ സംഭവിക്കുന്നു. നമ്മുടെ ലോബ്സ്റ്ററിന്റെ കിളിയൊക്കെ ആകെ പറന്ന് കിടക്കുകയാണ്. ആള് കിളി പോയി ഒരുമാതിരി ട്രോമടിച്ച അവസ്ഥയിൽ ഓഫീസിൽ വന്നിരുന്നിട്ട് തന്റെ കമ്പ്യൂട്ടറിൽ വെതർ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് അതിൽ മൂടൽമഞ്ഞിനെയാണ് കാണിക്കുന്നത്. അതൊക്കെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറിന്റെ കോൾ വരുന്നത്. ഡോക്ടർ പറയുന്നത് പോസ്റ്റ്മോർട്ടം നാളെ നടക്കത്തുള്ളൂ, കൃത്യമായ മറുപടി അപ്പോഴേ പറയാൻ സാധിക്കത്തുള്ളൂ. ഷെപ്പിന് ശരിക്കും എന്തോ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് പെട്രീഷ വാല് പറഞ്ഞ കാര്യം ഇവിടെ ലോബ്സ്റ്ററിന്റെ പെട്ടെന്ന് പേടിച്ചു പോയില്ലേ. പെട്രീഷ വന്ന് ഓർമ്മിപ്പിക്കുന്നത് റിപ്പോർട്ടറുമായിട്ടുള്ള സംസാരത്തെ കുറിച്ചാണ്. അതായത് 7 മണിക്ക് റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ആ സംഭവം. നമ്മുടെ ലോബ്സ്റ്റർ ആവട്ടെ നേരെ അങ്ങോട്ടേക്ക് പോകുന്നു. എന്നിട്ട് ആർദറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ലോബ്സ്റ്റർ ആവട്ടെ കിളി പോയ അവസ്ഥയിലാണ്. ഈ സമയമാണ് ആർദർ ഒരു കാര്യം പറയുന്നത്. എനിക്ക് ഈ ഐലൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ റിപ്പോർട്ടിൽ നല്ല
നല്ല കാര്യങ്ങളൊക്കെ എഴുതാൻ പോവുകയാണ്. എനിക്കിവിടെ ഒരു നെഗറ്റീവ് അടിച്ചിട്ടില്ല. ഈ കാര്യം കേട്ടിട്ട് ലോബ്സ്റ്ററിന് നല്ല രീതിക്ക് സന്തോഷമാവുന്നുണ്ട്. ഈ സമയമാണ് ആർദർ ഒരു വിചിത്രമായ കാര്യം പറയുന്നത്. ഈ ദ്വീപിൽ ജനിച്ചവർക്ക് മെയിൻ ആയിട്ടുള്ള ലാൻഡ്, അതായത് പുറം കടലിലോട്ട് പോകാൻ കഴിയത്തില്ല, അഥവാ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മരിക്കുമെന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അത് മാത്രമല്ല പോയവർക്ക് എല്ലാവർക്കും ഹാർട്ട് അറ്റാക്കും അങ്ങനത്തെ പല പ്രശ്നങ്ങളും വന്നിട്ട് മരിച്ചതായിട്ട് റിപ്പോർട്ടുമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ലോഫ്റ്റിസ് ആയിട്ട് നൈസായിട്ട് ചിരിച്ചുകൊണ്ട് കളയാൻ ശ്രമിക്കുന്നു, അതായത് ആ വിഷയം ഒന്ന് തെന്നി മാറ്റാൻ ശ്രമിക്കുന്നു. ലോബ്സ്റ്റർ എന്നിട്ട് പറയാൻ തുടങ്ങി, ഞാൻ പലപ്പോഴും പുറത്തു പോയിട്ടുണ്ട്, എനിക്ക് ഇതേ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയും. എന്നാൽ ആർദർ ആവട്ടെ ഇത് വിടാൻ തയ്യാറല്ല. അതിന് കാരണം നിങ്ങൾ ഇവിടെ ജനിച്ച ആളല്ലായിരിക്കും. എന്നിട്ട് തന്റെ മകനായ ഇവാനെ കുറിച്ച് ചോദിക്കുന്നു. മേ ബി തന്റെ മകൻ ഇവിടെയാണ് ജനിച്ചതെങ്കിൽ നിന്റെ മകനും പുറത്തു പോകാൻ സാധിക്കത്തില്ല, പോയി കഴിഞ്ഞാൽ നിന്റെ മകൻ മരിക്കും എന്നൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കുന്നത്. ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ? ഈ സമയം ലോബ്സ്റ്റർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ജനലിലൂടെ നോക്കുന്ന സമയത്ത് പുറത്തായി നല്ല രീതിക്ക് മൂടൽ മഞ്ഞിൽ വരുന്നു. ഇതുവരെ മൂടൽ മഞ്ഞിനെ പുച്ഛമായി കണ്ട ലോഫ്റ്റിസ് ആവട്ടെ ഇപ്പോൾ പേടിക്കുന്നു. ഓൺ ദ സ്പോട്ട് ഇവാനെ എടുത്തുള്ള ലാൻഡ് ലൈനിൽ പോയിട്ട് നേരെ ഇവാനെ വിളിക്കുന്നുണ്ട്. അതായത് ഇവാനെ ഇനി എങ്ങാനും പുറത്താണോ എന്നറിയാൻ വേണ്ടി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഏരിയ മൊത്തം ലാൻഡ് ലൈൻ ആണ്. അങ്ങനെ കോൾ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടുത്തെ കറണ്ടൊക്കെ അടിച്ചു പോകുന്നു. ഇത് കണ്ടതും ലോബ്സ്റ്റർ കൂടുതലായിട്ട് പേടിക്കുന്നു. ആ സമയമാണ് ആ ബാറിലെ കുറച്ച് ആൾക്കാർ പുറത്തോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ലോബ്സ്റ്റർ നേരെ പോയിട്ട് അവരെ തടയാൻ ശ്രമിക്കുന്നു. അവരോട് ഇപ്പൊ പുറത്തോട്ട് പോകണ്ട എന്നും ഡ്രൈവിംഗ് ചെയ്യേണ്ട, പുറത്ത് നല്ല കൊടൽമഞ്ഞാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കെന്തെങ്കിലുമൊക്കെ പറഞ്ഞിവിടെ ഇരിക്കാന്നേ. പക്ഷെ അവിടെയുള്ള ആൾക്കാരാവട്ടെ ഒട്ടും വിടാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് ഇപ്പൊ പോയാൽ പറ്റും, ഞാൻ മൂടൽമഞ്ഞിലൊക്കെ ഇഷ്ടം പോലെ ഓടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് നല്ല രീതിക്ക് റഷ് ചെയ്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് ലോബ്സ്റ്റർ വേറെ വഴിയില്ലാതെ ഒച്ചത്തിൽ പറയുന്നുണ്ട്, ആര് പുറത്തോട്ട് പോരുത്, ആ മഞ്ഞിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓൺ ദ സ്പോട്ട് അവിടെ കറണ്ടും വരുന്നു. കറണ്ട് വന്നതും പുറത്താവട്ടെ മൂടൽ മഞ്ഞും പതിയെ കുറയുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ ഇതൊന്നും കേൾക്കാണ്ട് പുറത്തോട്ട് ഇറങ്ങി പോകുന്നു. നമ്മുടെ ആർദർ ആവട്ടെ ഈ വിശ്വാസം എല്ലാവർക്കും ഉണ്ടില്ലേ ഈ ഐലൻഡിൽ എന്ന് പറഞ്ഞിട്ട് ആർദറും നൈസായിട്ട് പുറത്തോട്ട് പോകുന്നു. നമ്മുടെ റെസ്റ്റോറന്റ് ആവട്ടെ അടക്കാൻ സമയമായിട്ടും ലോഫിസ്റ്റ് ആവട്ടെ കിളി പോയി അവിടുത്തെ ഇരിക്കുകയാണ്. ആ സമയമാണ് അവിടുത്തെ മാനേജർ വന്ന് പറയുന്നത്, കട അടക്കാനായി, ഈ കട ഒന്ന് പൂട്ടാനായി സഹായിക്കുമോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ ലോബ്സ്റ്റർ ആവട്ടെ എന്നിട്ട് കീയും എടുത്ത് നേരെ ഒരു വാഷ്റൂമിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഈ മൂടൽമഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട്, എന്തോ ഉണ്ട്. ഈ സമയം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. അതായത് ക്യാമറ നേരെ അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുന്നു. അങ്ങനെ കുറെ ടണൽസ് ഒക്കെ കാണിച്ച് താഴോട്ട് പോകുന്ന സമയത്ത് ഒരുമാതിരി രീതിയിൽ ഒരു ചെയർ കണ്ടിട്ട് അതൊരു ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ട് മരിപ്പിക്കാൻ കഴിയുന്ന ഒരു ചെയർ ആണിത്. അതിന്റെ അടുത്തായിട്ട് ഒരു ഡോറും കൂടി കാണിക്കുന്നുണ്ട്.